بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل وسلم وبارك عليه. മുപ്പതാമത്തെ ഹദീസ്, ക്ഷമയുടെ ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ക്ഷമ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു പ്രധാനപ്പെട്ടൊരു ഹദീസാണ്, കുറച്ച് വലിയൊരു ഹദീസാണ്. നമുക്ക് പോവാം. വഅൻ സുഹൈബിൻ റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കാന മലിക്കുൻ, ഒരു രാജാവ് ഉണ്ടായിരുന്നു, ഫീമൻ കാന ഖബലക്കും, നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന സമുദായത്തിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. വകാന ലഹു സാഹിറുൻ, അദ്ദേഹത്തിനിക്ക് ഒരു സിഹിർ ചെയ്യുന്ന ആളുണ്ടായിരുന്നു. സിഹിർ ചെയ്യുന്ന ആളുണ്ടായിരുന്നു, സിഹിർ ചെയ്തു കൊടുക്കുന്ന ഒരാളുണ്ടായിരുന്നു. ഫലമ്മ കബിറ, അദ്ദേഹത്തിന് പ്രായമായപ്പോൾ, സിഹിർ ചെയ്ത് കൊടുക്കുന്ന അദ്ദേഹത്തിന് പ്രായമായപ്പോൾ, കാല, അദ്ദേഹം പറഞ്ഞു, ലിൽ മലിക്കി, രാജാവിനോട് പറഞ്ഞു, ഇന്നി കത് കബിർത്തു, എനിക്ക് പ്രായമായിരിക്കുന്നു, അതുകൊണ്ട് ഫബ്അസ് ഇലയ്യ, എൻ്റെ അടുത്തേക്ക് നിങ്ങൾ അയക്കണം, ഗുലാമൻ, ഒരു കുട്ടിയെ അയക്കണം. അങ്ങനെ അയച്ചാൽ ഉഅല്ലിംഹു സിഹ്റ, ഞാൻ അവനൊരു സിഹിർ പഠിപ്പിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണ്ടി സിഹിറൊക്കെ ആർക്കെങ്കിലും ചെയ്യണമെങ്കിൽ, എനിക്ക് എൻ്റെ ആരോഗ്യമൊക്കെ ക്ഷയിച്ചു പോയി, പ്രായമായി, അതുകൊണ്ടൊരു കുട്ടിയെ എൻ്റെ അടുക്കലേക്ക് അയക്കണം. അയച്ചാൽ ഞാൻ ആ കുട്ടിക്ക് സിഹിർ പഠിപ്പിച്ചു കൊടുക്കാം. ഫബഅസ, രാജാവ് അയച്ചു കൊടുത്തു, ഇലൈഹി, അദ്ദേഹത്തിലേക്ക്, ഗുലാമൻ യുഅല്ലിമുഹു, അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു കുട്ടിയെ പറഞ്ഞയച്ചു കൊടുത്തു. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? വകാന ഫീ ത്വരീഖിഹി, ആ കുട്ടിയുടെ വഴിയിലുണ്ടായിരുന്നു, ഇദാ സലക, ആ കുട്ടി പ്രവേശിച്ചാൽ, റാഹിബുൻ, ഒരു പുരോഹിതനുണ്ടായിരുന്നു. ഒരു പുരോഹിതനുണ്ട്. പോണ വഴിക്ക് അല്ല, കുട്ടി ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോണ വഴിയിൽ, നമ്മുടെ ഈ സിഹിർ പഠിപ്പിച്ചു കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ അടുത്തേക്കുള്ള വഴിയിൽ, ഇതാ സലക്ക, കുട്ടി പ്രവേശിച്ചു കഴിഞ്ഞാൽ ആരുണ്ടായിരുന്നു? റാഹിബുൻ, ഒരു പുരോഹിതനുണ്ടായിരുന്നു. കുട്ടി ഇങ്ങനെ നടന്നു പോണ വഴിക്ക് എന്തുണ്ട്? ഒരു പുരോഹിതനുണ്ടായിരുന്നു. ഫഖഅദ ഇലൈഹി, കുട്ടി അദ്ദേഹത്തിന്റെ അടുക്കൽ പോയിരിക്കും. വസമിഅ കലാമഹു, ആ വ്യക്തിയുടെ സംസാരം കേൾക്കും. ഫഅഅജബഹു, അദ്ദേഹത്തിന്റെ സംസാരം കുട്ടിയെ അത്ഭുതപ്പെടുത്തി. അപ്പോൾ പോണ വഴിക്ക് ഈ പുരോഹിതൻ ഉണ്ട്, അദ്ദേഹം ഭക്തനായ ഒരാളാണ്, അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കും, കുട്ടിക്ക് അത്ഭുതമായി. വക്കാന ഇദാ അത്തസാഹിറ, വക്കാന, ആ കുട്ടിയായിരുന്നു, ഇദാ അത്തസാഹിറ, ആ സിഹിർ പഠിപ്പിക്കുന്ന ആളുടെ അടുക്കൽ ചെല്ലുമ്പോഴെല്ലാം, മറ ബിർ റാഹിബി, ഇദ്ദേഹത്തിന്റെ അടുക്കൽ കൂടി പോകും. വഖഅദ ഇലൈഹി, അദ്ദേഹത്തിന്റെ അടുക്കൽ ഇരിക്കും. ഫഇദാ അത്തസാഹിറ ലറബഹു, അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ കേട്ടിട്ടല്ലേ പോവാ, അപ്പോൾ കുറച്ച് വൈകുമല്ലോ. അങ്ങനെ
സാഹിറിൻ്റെ അടുത്തെത്തിയാൽ ലറബഹു, ആ സാഹിർ ഈ കുട്ടിയെ പിടിച്ചടിക്കും. എന്താ വൈകി, എന്താ നേരത്തെ വരാമെന്ന് ചോദിച്ചിട്ട് കുട്ടിയെ പിടിച്ചടിക്കും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ആ, അപ്പോൾ ഈ കുട്ടി ഇദ്ദേഹത്തിൻ്റെ സംസാരം കേട്ട് ഇദ്ദേഹത്തിൻ്റെ അറിവൊക്കെ പഠിച്ചിട്ടാണ് സിഹിർ ചെയ്യുന്ന ആളെടുത്തേക്ക് എത്തുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ വൈകിയല്ലോ, അപ്പോൾ അദ്ദേഹം പിടിച്ച് തല്ലി. ഫശക്ക, കുട്ടി പരാതി പറഞ്ഞു, ദാലിക്ക, ഇത് ഈ പരാതി പറഞ്ഞു, ഇല റാഹിബി, നമ്മുടെ പുരോഹിതൻ്റെ അടുത്ത് പോയി പരാതി പറഞ്ഞു. ഫഖാല, അപ്പോൾ പുരോഹിതൻ പറഞ്ഞു, ഇതാ ഹഷീത്ത സാഹിറ, മോനെ നിനക്ക് സാഹിറിനെ ഭയമാണെങ്കിൽ ഫഖുൽ, നീ പറഞ്ഞോ. എന്തു പറഞ്ഞോ? ഹബസനി അഹ്ലി, എൻ്റെ വീട്ടുകാരെന്നെ പിടിച്ചു വെച്ചതാണ്. എൻ്റെ വീട്ടുകാർ എന്നെ പിടിച്ചു വെച്ചതാന്ന് പറഞ്ഞു. വൈദാ ഹഷീത്ത അഹ്ലക, ഇനി എൻ്റെ വീട്ടിലാണ് നിനക്ക് പ്രശ്നം വെച്ചെങ്കിൽ, വീട്ടുകാരൻ നിനക്ക് പേടിയെങ്കിൽ ഫഖുൽ, നീ പറഞ്ഞോ, ഹബസനി സാഹിറു, എന്നെ സാഹിർ പിടിച്ചു വെച്ചു എന്ന് പറഞ്ഞു. എന്നെ സാഹിർ പിടിച്ചു വെച്ചു എന്ന് നീ പറഞ്ഞോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ ഇത് പറഞ്ഞു കൊടുക്കുകയാണ്. ക്ലിയർ അല്ലേ? ഇല്ലല്ല, അദ്ദേഹം ഒളിച്ച് താമസിക്കുകയാണ്. കാരണം ഈ ജൂതന്മാരുടെ പ്രധാന പരിപാടിയാണ് സിഹിർ ചെയ്യുന്നത്. ജൂത വിശ്വാസത്തിലുള്ള രാജാവാണ്. അപ്പോൾ അതുകൊണ്ടല്ലേ സിഹിർ പഠിക്കുന്നത്. പക്ഷെ ഈ ഭക്തനായ ഈ പുരോഹിതൻ അള്ളാഹുവിൽ ഏകദൈവ വിശ്വാസിയാണ്. അപ്പോൾ രാജാവ് അറിയാതെ രഹസ്യമായിട്ടാണ് ഈ അദ്ദേഹം ഇവിടെ ജീവിക്കുന്നത്. അപ്പോൾ കുട്ടി ഈ വിഷയം പോയിട്ട് പറഞ്ഞാൽ പുരോഹിതൻ സിഹിർ ചെയ്യുന്ന ആളെന്ത് ചെയ്യും? രാജാവിനെ അറിയിക്കും. അതിനാകെ പ്രശ്നമാവും. അപ്പോൾ വലിയ ബുദ്ധിമുട്ട് തടുക്കാൻ വേണ്ടി വലിയൊരു ഇടങ്ങേറ് ഇല്ലാതെ ആയി പോകാൻ വേണ്ടി ചെറിയ ഇടങ്ങേറാകുന്ന കളവ് അവിടെ പറഞ്ഞോന്ന് പറയാം. ഫബൈനമാ ഹുവ അലാ ദാലിക, ഫബൈനമാ ഹുവ അലാ ദാലിക, കാര്യം അങ്ങനെ ആയിരിക്കെ ഇത് അത്താ, ആ കുട്ടി ഒരിക്കൽ എത്തിച്ചേർന്നു, അലാ ദാബത്തിൻ അദീമ, വലിയൊരു മൃഗം, വലിയൊരു ജന്തുവിൻ്റെ അടുത്ത്. വലിയൊരു ജന്തു, കടലിൽ നിന്ന് വന്ന വലിയൊരു മീനാണ് എന്നൊക്കെ അഭിപ്രായമുണ്ട്. കടലിൽ നിന്ന് കയറി വന്നു, വലിയ സ്രാവോ കൊമ്പൻ സ്രാവോ അങ്ങനെയൊക്കെ പറയില്ല, വലിയൊരു മീൻ. കത് ഹബസത്തിൻ നാസ, ആ മൃഗം ജനങ്ങൾക്ക് പ്രയാസം സൃഷ്ടിച്ചിട്ടുണ്ട് അതിനെ വഴി നടക്കാനും. അത് പോയാൽ എന്ത് ചെയ്യും? ഈ മൃഗം പിടിച്ചിട്ട് ഭക്ഷിക്കും. അപ്പോൾ കടലിൽ നിന്ന് വലിയൊരു ജന്തു, വലിയൊരു ജീവി വന്നു. കാല, അപ്പോൾ കുട്ടി ഈ മൃഗത്തിൻ്റെ അടുത്തെത്തി. അപ്പോൾ കുട്ടി പറഞ്ഞു, പരീക്ഷിക്കുകയാണ്, കുട്ടി പരീക്ഷിക്കുകയാണ്. അൽ യൗമ, ഇന്ന് അഅലമു, ഞാൻ മനസ്സിലാക്കും, അസ്സാഹിറു അഫ്ളലു അമിർ റാഹിബു അഫ്ളലു, സാഹിറാണോ ശ്രേഷ്ഠവാൻ അതോ റാഹിബാണോ ശ്രേഷ്ഠവാൻ, ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നു പറഞ്ഞു. അപ്പോൾ അഹദ, എന്നിട്ട് ആ കുട്ടി എടുത്തു, ഹജറൻ, ഒരു കല്ലെടുത്തു. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവേ, ഇൻ കാന അംറുർ റാഹിബി, പുരോഹിതന്റെ കാര്യമാണ് എങ്കിൽ, അഹബ്ബ ഇലൈക, നിനക്ക് ഇഷ്ടപ്പെട്ടത്, അല്ലാഹുവേ, പുരോഹിതന്റെ വിഷയമാണ് നിനക്ക് താല്പര്യമുള്ളത്, ആരേക്കാൾ? മിൻ അംരി സാഹിർ, സിഹിർ ചെയ്യുന്ന ആളുടെ കാര്യത്തേക്കാൾ നിനക്ക് ഏറ്റവും
നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഈ സാഹിറിൻ്റെ ആണെങ്കിൽ സിഹിർ ചെയ്യുന്ന ആളെക്കാളും പ്രിയപ്പെട്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ആരാണ്? ഈ പുരോഹിതൻ ആണ് എങ്കിൽ ഫഖ്തുൽ ഹാദിഹി ദാബത്ത, ഈ മൃഗത്തിനെ നീ കൊല്ല്, ഹത്താ യംലിയന്നാസു, ജനങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി. ജനങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി എന്ത് ചെയ്യേ? കൊല്ല് എന്ന് പറഞ്ഞു. ഫറമാഹ, അങ്ങനെ ആ കുട്ടിയെ കല്ലെടുത്ത് എറിഞ്ഞു. ഫഖതലഹ, അങ്ങനെ ആ കല്ലുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ആ ജീവിയെ നശിപ്പിച്ചു. വമലന്നാസു, ജനങ്ങളൊക്കെ രക്ഷപ്പെടുകയും ചെയ്തു. ജനങ്ങൾ അതിലൂടെ നടക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ കുട്ടിക്ക് ഉറപ്പായി, ഈമാൻ ഉറപ്പായല്ലോ. ക്ലിയർ അല്ലേ? ഇവിടെ അങ്ങനെ ഫഅത്തർ റാഹിബ, കുട്ടി പുരോഹിതന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ഫഅഖ്ബറഹു, വിവരങ്ങളൊക്കെ പറഞ്ഞു. ഫഖാല ലഹു റാഹിബു, അപ്പോൾ പുരോഹിതൻ കുട്ടിയോട് പറഞ്ഞു, ഐ ബുനയ്യ, പൊന്നു മോനെ, അൻതൽ യൗമ അഫ്ളലു മിന്നി, ഇന്ന് എന്നേക്കാളും ശ്രേഷ്ഠൻ നീയാണ്. കാരണം എന്താണ്, വലിയൊരു ആദരവ് അള്ളാഹു ഈ കുട്ടിക്ക് നൽകിയല്ലോ. എന്നെക്കാളും മഹത്വമുള്ളത് നിനക്കാണ്. അൻത എന്നുള്ളത് അതെ അതെ, പക്ഷെ അത് ചില സന്ദർഭങ്ങളിൽ പിന്തി വരേണ്ടതിന് മുന്തിക്കും. അങ്ങനെ മുന്തിയിട്ടാണ്. നീ ഇന്ന് അതെ, നീ ഇന്നെന്ത് ചെയ്താണ് എന്നെക്കാളും ശ്രേഷ്ഠമാനായിരിക്കുന്നു. ഇപ്പോ അത് അവിടെ എന്തേലോ, അവിടെ മുറാദ് എന്താണ്? ഇന്ന് ശ്രേഷ്ഠമായി എന്ന് കാണിക്കാനാണ്. അപ്പൊ അതിനുവേണ്ടി അങ്ങനെ പറയും. ഇപ്പൊ നമ്മൾ ചില വാക്കുകൾ അങ്ങനെ പറയലോ, ഞാൻ പൊറാട്ട തിന്നു എന്ന് പറയും. പൊറാട്ടയാണ് ഞാൻ തിന്നത് എന്ന് പറയും. പൊറാട്ട ഞാൻ തിന്നു, പൊറാട്ട തിന്നത് ഞാനാണ്. സംഗതി ഒക്കെ ഒരേപോലെ നമുക്ക് തോന്നുക, പക്ഷെ ഓരോന്നിനും ഓരോ മീനിങ് ആണ്. കാരണം കേൾക്കുന്ന, നമ്മൾ സംസാരിക്കുന്ന വ്യക്തി ചിലപ്പോൾ ആരാ തിന്നുന്ന് സംശയമുള്ള രൂപത്തിലാകുമ്പോൾ ഞാനാ തിന്നു പറയാം. അപ്പം ഞാൻ എന്നുള്ളതിനാണ് അവിടെ ബലം കൊടുക്കുന്നത്. പൊറാട്ട കളഞ്ഞിക്കുകയാണോ അതോ തിന്നു ഒഴിവാക്കിക്കുകയാണോ? അപ്പോൾ ഇവിടെ തിന്നു എന്നുള്ളതിനാണ് ബലം കൊടുക്കുന്നത്, അല്ലേ? അങ്ങനെ ഓരോ സാഹചര്യം അനുസരിച്ച് അങ്ങനെ വരുമല്ലോ. അതേ രൂപത്തിൽ ഇവിടെ ഈ കുട്ടിയുടെ വിഷയം, കുട്ടി ഇന്ന് നീ എന്തായിക്കണം മോനെ, എന്നേക്കാളും പവറുള്ള ആളായിട്ടുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് പറയേണ്ട ഓർഡർ എങ്ങനെയാണ്? അൻത അഫ്ളലു മിന്നി അല്യവും, അങ്ങനെ പറയേണ്ടത്. പിന്നെ ഈ അല്യവും എന്നൊക്കെ ചിലപ്പോൾ നീ ഐഡി മുമ്പ് പറയട്ടോ, അല്യവും അൻത അഫ്ളലു മിന്നി, അങ്ങനെയും പറയും. നമ്മൾ അറബി സംസാരങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ വരും. അത് ടുഡേ എന്നുള്ള, ഇന്ന് എന്നുള്ളൊരു മീനിങ് സജീവമാവാൻ വേണ്ടിയിട്ടാണ്. യെസ്, ആരാ ഒരാൾ വന്നാലോ? ഞാൻ നിങ്ങൾ മർക്കസിലാ വിചാരിച്ചിട്ട് വിളിക്കായിരുന്നു. കുറച്ച് പ്രധാനപ്പെട്ട ഒരു ചരിത്രമാണ്, കുറച്ച് ദീർഘമേറിയ കാര്യമാണ്, ഒന്ന് പറയാം. ഇപ്പൊ നല്ല രസമാണ്, കുറച്ചുകൊണ്ട് കഴിഞ്ഞാലൊരു അടങ്ങേറ് വരാണ്ട്, അത് വരും, നോക്കുക. അപ്പൊ ഇയാള്, ഈ പുരോഹിതൻ പറയാണ്, കത് ബലക മിൻ അംരിക, നിന്റെ വിഷയത്തിൽ എത്തിയിരിക്കുന്നു മാ അറാ, ഞാൻ കാണുന്നത്. നിന്റെ കാര്യത്തിൽ ഞാൻ കാണുന്ന, ഞാൻ മനസ്സിലാക്കുന്ന ഒരു വിഷയം എത്തിയിട്ടുണ്ട്. എന്താ ഞാൻ മനസ്സിലാക്കണമെന്ന്? വ ഇന്നക സതുബ്തല, തീർച്ചയായിട്ടും നീ പരീക്ഷിക്കപ്പെടും മോനെ. അതാണ് നമുക്ക് പറ്റാത്തത്. നീ എന്ത് ചെയ്യും? പരീക്ഷിക്കപ്പെടും. ഫഇനിബുതുലീത, നീ പരീക്ഷിക്കപ്പെട്ടാൽ,
ഫലാ തദുല്ല അലയ്യ, എന്നെ കുറിച്ച് നീ പറഞ്ഞു കൊടുക്കരുത് എന്ന് പറഞ്ഞു. നിനക്ക് വലിയ പരീക്ഷണം വരും. കാരണം ഈമാൻ കൂടുന്നതിനനുസരിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഓരോരുത്തർക്കും പരീക്ഷണങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു. അപ്പം നീ എന്നെ പറഞ്ഞു കൊടുക്കരുത് എന്ന് പറഞ്ഞു. വക്കാനൽ ഗുലാമു, അങ്ങനെ സംഗതി അങ്ങനെ കഴിഞ്ഞ് പറഞ്ഞ് അവസാനിപ്പിച്ചു. ഈ കുട്ടി വക്കാനൽ ഗുലാം, ആ കുട്ടിയായിരുന്നു യുബിരി ഉ അൽ അഖ്മഹ, കണ്ണ് കാണാത്ത ആളുകളെ, ജന്മനാ കണ്ണ് കാണാത്ത ആളുകൾക്ക് ചികിത്സിച്ച് സുഖപ്പെടുത്തിയിരുന്നു. വൽ അബ്റസ, കുഷ്ഠരോഗമുള്ള ആളുകൾക്ക് അത് മാറ്റിക്കൊടുത്തിരുന്നു. വയുദാവിൻ നാസ, ജനങ്ങൾക്ക് ചികിത്സ നടത്തിയിരുന്നു. മിൻ സാഇരിൽ അദ്വാഇ, എല്ലാ രോഗങ്ങൾക്കും. എന്ത് രോഗമാണ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നാൽ ആ വിഷയത്തിലൊക്കെ എന്തായിരുന്നു, മരുന്ന് കൊടുത്തിരുന്നു. ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ അനുയായിയിൽപ്പെട്ട ആളാണ് കേട്ടോ. ഈസാ നബിൻ്റെ പ്രധാനപ്പെട്ട ഒരു മുഅ്ജിസത്ത്, ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്താണ് മെഡിക്കൽ സയൻസ് ഭയങ്കര സജീവമായിരുന്നു. മെഡിസിൻ കാരണം ഇംഗ്ലീഷ് മരുന്നുകൾ എന്നാണല്ലോ നമ്മൾ പറയാം. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ലാറ്റിൻ എന്ന് വന്നതാണ് ഇംഗ്ലീഷ് ഭാഷ. അപ്പോൾ അവർ മെഡിസിൻ രംഗത്ത് ഉഷാറാണെന്നാണ് അവർ പറഞ്ഞത്. അന്ന് ഭയങ്കരമായിരുന്നു. അപ്പോൾ മെഡിക്കൽ സയൻസിനെ തോൽപ്പിക്കുന്ന കാര്യം അള്ളാഹു മുഅ്ജിസത്തായിട്ട് കൊടുത്തു. സുഖപ്പെടുത്തി അല്ലേ? ഇപ്പൊ പനി വരുന്ന സമയത്ത് മരുന്ന് കുടിച്ചാൽ അത് മാറും. അത് സാധാരണ കാര്യമായിട്ട് ആളുകൾ മനസ്സിലാക്കിയതാണ്. അവിടെയും നമുക്ക് രോഗം മാറ്റിത്തരുന്ന അള്ളാഹുവാണ്, അതാണ് നമ്മുടെ വിശ്വാസം. അതിനൊരു കാരണമാണ് മരുന്ന് കുടിക്കാറ്. എന്നാൽ അന്ന് കാലത്ത് മെഡിക്കൽ സയൻസ് വളരെ പുരോഗമിച്ചിരുന്നു. അപ്പോൾ ആ മെഡിക്കൽ സയൻസിനെ ഇല്ലാതെയാക്കുന്ന, നിഷ്പ്രഭമാക്കുന്ന ഒരു മോചിതത്താണ് ഹബീബായ നമ്മുടെ ഈസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു കൊടുത്തത്. കണ്ണ് കാണാത്തവന് കാഴ്ച കൊടുത്തു. കുഷ്ഠരോഗം, വെള്ളപ്പാണ്ടുള്ള ആളുകളെയൊക്കെ സുഖപ്പെടുത്തി. എന്നാൽ മൂസ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് മാജിക്കുകളായിരുന്നു, സിഹറായിരുന്നു. അപ്പോൾ മൂസ നബിക്ക് മാജിക്ക് മൂലം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒക്കെ മൂസ നബിക്ക് കൊടുത്തു. അതാണ് മൂസ നബിക്ക് വടി നിലത്തിട്ടാൽ അത് പാമ്പായി അവർ മാജിക്ക് മൂലമുണ്ടാക്കിയ, സിഹിർ മൂലമുണ്ടാക്കിയ പാമ്പുകളൊക്കെ വിഴുങ്ങി. അതവർക്ക് പറ്റിയിരുന്നില്ല, അതവർക്ക് കഴിഞ്ഞിരുന്നില്ല. അതുപോലെ വടി ഉയർന്നു പോയിട്ട് എന്ത് ചെയ്യും, മരത്തിൻ്റെ മുകളിൽ നിന്ന് സാധനങ്ങൾ അറുത്തു കൊണ്ടുവരും. അങ്ങനെ കൈ പോക്കറ്റിലിട്ടാൽ കൈ എടുത്തു കഴിഞ്ഞാൽ കൈ വെളുക്കും. ഇങ്ങനെയൊക്കെ തുടങ്ങിയ മോചിതത്തുകൾ അന്ന് കാലത്ത് ഉണ്ടായിരുന്ന അവരെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ നബിതങ്ങൾക്കും കൊടുത്ത വലിയ മോചിതത്ത്, ഏറ്റവും വലിയ മോചിതത്ത് ഖുർആനാണ്. അന്ന് സാഹിത്യകാരന്മാരെ ബഹളായിരുന്നു, ഭയങ്കര ബഹളായിരുന്നു സാഹിത്യകാരന്മാർ. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, പാട്ട് പാടിക്കാനും കഥ പറയാനും വിഷയങ്ങൾ സംസാരിക്കാനും ഒക്കെ ഉള്ള മത്സരം നടത്തുക. അപ്പോൾ അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ രൂപത്തിൽ മോചിതത്തു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് തീ ആരാധകരായിരുന്നു. തീയാണല്ല എന്ന് വിശ്വസിച്ചിരുന്ന ആളുകളെ. അപ്പോൾ തീ ഒന്നുമല്ല എന്ന് കാണിക്കാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീയിൽ അവർ ഇട്ട സമയത്ത് തണുപ്പായി. അപ്പം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ മുഅ്ജിസത്ത് അത് അന്നത്തെ കാലത്ത് മികച്ചു നിൽക്കുന്ന സംഭവത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതേപോലെ ഈ കുട്ടി പല രോഗങ്ങളും സുഖപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ ഫസമിഅ, കേട്ടു, ജലീസുണ്ടിൽ മലിക്, രാജസദസ്സിലെ ഒരാൾ ഈ വിവരം കേട്ടു. കനകത് അമിയ, അദ്ദേഹം കണ്ണ് കാണാത്ത വ്യക്തിയായിരുന്നു. കണ്ണ് കാണാത്ത വ്യക്തി ആയ രാജസദസ്സിലെ ഒരാൾ, മന്ത്രിയാണ് എന്നും പറയുന്നുണ്ട്. മന്ത്രി ഇതിനെക്കുറിച്ച് കേട്ടു. ഫഅതാഹു, അങ്ങനെ ആ രാജസദസ്സിലെ ഒരു വ്യക്തി, മന്ത്രി, ഈ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നു. ബിഹദായ കസീറത്തിൽ, ഒരുപാട് സമ്മാനങ്ങളെ കൊണ്ട് ചെന്നു. ഫഖാൽ, ആ കുട്ടി പറഞ്ഞേ, മന്ത്രി പറഞ്ഞു, മാ ഹാഹുന
മാ ഒന്ന് ഹാഹുന ഇവിടെയുള്ള ഒന്ന് ലക്ക നിനക്കാണ്, അജ്മൗ എല്ലാം ഈ കാണുന്ന മുഴുവൻ നിനക്കാണ് മോനെ. ഇൻ അൻത ശഫൈതനി നീ എനിക്ക് സുഖപ്പെടുത്തി തന്നാൽ, നീ എനിക്ക് സുഖപ്പെടുത്തി തരികയാണെങ്കിൽ ഈ കാണുന്ന സ്വത്തൊക്കെ നിനക്കാണ്. ഫഖാൽ അപ്പൊ കുട്ടി പറഞ്ഞേ ഇന്നി ലാ അശ്ഫി അഹദൻ ഞാൻ ഒരാൾക്കും സുഖപ്പെടുത്തി കൊടുക്കുന്നില്ല. ഇന്നമാ യശ്ഫി അല്ലാഹു തആല ആരാണ് സുഖപ്പെടുത്തുന്നത്? ഇന്നമാ യശ്ഫി അല്ലാഹു തആല അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് തീർച്ചയായും ശിഫാ നൽകുന്നത്. ഫഇൻ ആമൻത നീ വിശ്വസിച്ചാൽ, ബില്ലാഹി തആല അല്ലാഹുവിനെ കൊണ്ട് നീ വിശ്വസിച്ചാൽ, ദഅഉതുല്ലാഹ ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യും, ഫശഫാക അങ്ങനെ അല്ലാഹു നിനക്ക് ശിഫ നൽകുകയും ചെയ്യും. ക്ലിയർ അല്ലേ എന്ന് പറഞ്ഞു. നീ അള്ളാഹുവിനെ വിശ്വസിച്ചാൽ, നിങ്ങൾ അള്ളാഹുവിനെ വിശ്വസിച്ചാൽ അള്ളാഹു എന്ത് ചെയ്യും? അത് അള്ളാഹുവിനോട് ഞാൻ ദ്വാരക്കും, ഞാൻ അള്ളാഹു നിനക്ക് ശിഫ നൽകുന്നു. ഫആമന ബില്ലാഹി തആല അദ്ദേഹം വിശ്വസിച്ചു, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു. ഫശഫാഹു അല്ലാഹു തആല അങ്ങനെ അള്ളാഹു അദ്ദേഹത്തിൻ്റെ പ്രയാസം നീക്കിക്കൊടുത്തു. ഫഅത്തൽ മലിക അങ്ങനെ അദ്ദേഹം രാജാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ഫജലസ ഇലൈഹി രാജാവിൻ്റെ അടുത്തിരുന്നു. കമാക്കാന യജ്ലിസു മുമ്പ് കാഴ്ചയുള്ള സമയത്ത് ഇരുന്നത് പോലെ. ഫഖാല ലഹുൽ മലിക്കു അപ്പോൾ രാജാവ് ചോദിച്ചു, മൻ റദ്ദ അലൈക ബസറക ആരാ നിനക്ക് നിന്റെ കാഴ്ച മടക്കി തന്നത് എന്ന് ചോദിച്ചു. ആരാ കാഴ്ച തന്ന് തിരിച്ചു തന്നത് ആരാന്ന് ചോദിച്ചു. ഖാല അപ്പൊ അദ്ദേഹം പറഞ്ഞു റബ്ബീ എൻ്റെ റബ്ബാണ് തന്നത്. പ്രശ്നം തുടങ്ങട്ടാ. ഖാല അപ്പോൾ രാജാവ് ചോദിച്ചു, വലക റബ്ബുൻ ഗൈരി ഞാനല്ലാത്ത റബ്ബുണ്ടോ നിനക്ക്? വലക നിനക്കുണ്ടോ റബ്ബുൻ ഒരു രക്ഷിതാവുണ്ടോ? വൈരി ഞാനല്ലാത്ത? ഖാൽ അപ്പൊ അദ്ദേഹം പറഞ്ഞു റബ്ബിഹി വ റബ്ബുക്കല്ലാഹ് എൻ്റെ റബ്ബും നിന്റെ റബ്ബും അല്ലാഹുവാണ്. എൻ്റെ റബ്ബും നിന്റെ റബ്ബും അല്ലാഹുവാണ്. ക്ലിയർ അല്ലേ? എവിടെ? ഫഅഖദഹു രാജാവ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഫലം യസൽ യുഅദ്ദിബുഹു മാസാല മാബരിഹ എന്നൊക്കെ പഠിച്ചില്ല നമ്മൾ. അതിൻ്റെ ലം യസൽ ആയിക്കൊണ്ടേയിരുന്നു. യുഅദ്ദിബുഹു ഇദ്ദേഹത്തെ പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇദ്ദേഹത്തെ പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു രാജാവ്. ഹത്താ ദല്ല അലൽ ഗുലാമി കുട്ടിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് വരെ, കുട്ടിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് വരെ ഈ ഇദ്ദേഹത്തെ ശിക്ഷിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഫജി അബിൽ ഗുലാം കുട്ടിയെ കൊണ്ടുവരപ്പെട്ടു. കുട്ടിയെക്കുറിച്ച് പറഞ്ഞു. കാരണം ഭയങ്കര ശക്തമായ പീഡനമാണ്. ഫഖാല ലഹുൽ മലിക്കു അപ്പോൾ രാജാവ് കുട്ടിയോട് ചോദിച്ചു, ഐ ബുനയ്യ ഈ രാജാവ് അയച്ച കുട്ടിയാണല്ലോ സിഹിർ പഠിക്കാൻ വേണ്ടിയിട്ട്. രാജാവിന് അറിയാം ഈ കുട്ടിയെ. മോനെ കത് ബലഹ മിൻ സിഹിരിക്ക നിന്റെ സിഹിർ നീ പഠിച്ച സിഹിറിനാൽ എത്തിയിരിക്കുന്നു മാ തുബരി ഉൽ അഖ്മഹ വൽ അബുറസ ജന്മന കണ്ണ് കാണാത്തവരെയും കുഷ്ഠരോഗികളെയും വെള്ളപ്പാണ്ട് രോഗികളെയും ഒക്കെ നീ സുഖപ്പെടുത്തുന്ന രൂപത്തിലേക്ക് നീ എത്തിയിട്ടുണ്ടല്ലേ. എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞയച്ച ഞാനാണ് എന്ന് നീ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നീ കുറെ ആളുകൾക്ക് ശമനം നൽകുന്നുണ്ടല്ലേ. നീ സിഹറൊക്കെ പഠിച്ച് ഉഷാറായിട്ടുണ്ടല്ലേ എന്ന് രാജാവ് ചോദിച്ചു. ഫഖാല അപ്പൊ കുട്ടി പറഞ്ഞേ ഇന്നി ലാ അശ്ഫി അഹദൻ ഇന്നമാ യശ്ഫില്ലാഹു തആല ഞാനൊന്നും അല്ല, അല്ലാഹുവാണ് ശിഫാ നൽകുന്നത്. ഫഅഖദഹു ഫലം യസൽ യുഅദ്ദിബുഹു ഹത്താ ദല്ല അലർ റാഹിബി ഈ കുട്ടിയെയും പിടിച്ചു ശക്തമായ പീഡനങ്ങൾ നടത്തി. ഏതുവരെ? ആ പുരോഹിതനെ കുറിച്ച് അറിയിച്ചു കൊടുക്കുന്നത് വരെ. അങ്ങനെ ഫജി അബിർ റാഹിബി ആ പുരോഹിതനെ കൊണ്ടുവരപ്പെട്ടു.
പുരോഹിതനെ കൊണ്ടുവന്നു, രാജാവിന് മുമ്പിൽ കൊണ്ട്. ഫഖീല ലഹു, അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, ഇർജി അൻ ദീനിക, നീ മടങ്ങി വന്നോ നിന്റെ ദീനിൽ നിന്ന്, നിന്റെ മതവിശ്വാസത്തിൽ നിന്ന് നീ മടങ്ങി വന്നോ. അബാ, ഇല്ല, അദ്ദേഹം തടസ്സം നിന്നു, വിലങ്ങി, ഇല്ല ഞാൻ വരൂലെന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് വിളിച്ചു പറഞ്ഞു, ബിൽ മിൻഷാർ, വാള് കൊണ്ടുവരാൻ പറഞ്ഞു, ഈർച്ചവാള്. ഫവുദിഅൽ മിൻഷാറു, ആ വാളിനെ വെക്കപ്പെട്ടു, ഫി മഫ്രിഖി റഅ്സിഹി, അദ്ദേഹത്തിൻ്റെ തലയുടെ മധ്യഭാഗത്ത് വെച്ചു. ഫശഖഹു, അദ്ദേഹത്തെ കീറി നെടുക ചൊരിച്ചു. ഹത്ത വഖഅ ശിഖാഹ്, അദ്ദേഹത്തിൻ്റെ രണ്ട് ഭാഗവും വീഴുന്നത് വരെ. വാളുകൊണ്ട് ഇങ്ങനെ തലൻ്റെ നേരെ വെച്ച് രണ്ട് കഷ്ണാക്കി മാറ്റി. പഠിച്ചോനെ. സുമ്മ ജീഅ ബിജലീസിൽ മലിക്കി, പിന്നെ മന്ത്രിയെ കൊണ്ടുവരപ്പെട്ടു. ഫഖീല ലഹു, മന്ത്രിയോടും പറയപ്പെട്ടു, ആവശ്യപ്പെട്ടു, ഇർജി അൻ ദീനിക, മതത്തിൽ നിന്ന് മടങ്ങിപ്പോന്നോ. ഫഅബാ, അദ്ദേഹം വിലങ്ങി. ഫവുദിഅൽ മിൻഷാറു ഫി മഫ്രിഖി റഅ്സിഹി ഫശഖഹു ബിഹി ഹത്താ വഖഅ ശിഖാഹ്, അദ്ദേഹത്തെയും അതേപോലെ വാള് കൊണ്ടുവന്ന് തലൻ്റെ മധ്യത്തിൽ വെച്ച് രണ്ട് കഷ്ണമായി ഛേദിച്ചു. സുമ്മ ജീഅ ബിൽ ഗുലാം, പിന്നെ കുട്ടിയെ കൊണ്ടുവരപ്പെട്ടു. ഫഖീല ലഹു, കുട്ടിയാണല്ലോ, കുട്ടിയോട് ആവശ്യപ്പെട്ടു, ഇർജി അൻ ദീനിക്, നീ മടങ്ങിപ്പോരു മോനെ. ഫഅബാ, അവരൊക്കെ കുട്ടിയും എന്ത് ചെയ്തു, വിലങ്ങ്, പറ്റൂലെന്ന് പറഞ്ഞു. കുട്ടിയെ അങ്ങനെ പെട്ടെന്ന് എന്തായില്ല, കൊന്നില്ല. കുട്ടീനെന്ത് ചെയ്തു വെച്ചാൽ ഫദഫഅഹു, കുട്ടിയെ രാജാവ് ഏൽപ്പിച്ചു, ഇലാ നഫരിൻ, ഒരു ചെറു സംഘത്തിന്, മിൻ അസ്ഹാബിഹി, ആ രാജാവിൻ്റെ അനുയായികളിൽപ്പെട്ട ഭടന്മാരിൽപ്പെട്ട ഒരു ചെറു സംഘത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, ഇദ്ഹബു, നിങ്ങൾ കൊണ്ടുപോകൂ, ബിഹി, ഈ കുട്ടിയെ കൊണ്ടുപോകൂ, ഇലാ ജബലി കദാ വകദാ, ഇന്നാലിന്ന പർവ്വതത്തിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഫസ്അദു ബിഹി അൽ ജബല, ഈ കുട്ടിയെയും കൊണ്ട് നിങ്ങൾ പർവ്വതത്തിൽ കയറിക്കോ. ഫഇദാ ബലഗ്തും ദിർവത്തഹു, ആ പർവ്വതത്തിൻ്റെ ഉച്ചിയിൽ നിങ്ങളെത്തിയാൽ, ദിർവത്ത്, ഉച്ചി, ഏറ്റവും ഉയർന്ന സ്ഥലത്ത് നിങ്ങളെത്തിയാൽ, ഫൈൻ റജഅ അൻ ദീനിഹി, ഈ കുട്ടിയുടെ ദീനിനെ നിന്നും മടങ്ങി വന്നാൽ നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്നോ. ഇല്ല, ഞങ്ങൾ അവിടെ അത് പറഞ്ഞിട്ടില്ല കേട്ടോ. മടങ്ങുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറുപടി നമ്മൾ സങ്കല്പിക്കണം. കുട്ടി മടങ്ങി, ഞാൻ മതത്തിൽ നിന്ന് മാറി, ഞാൻ രാജാവിനെ ആരാധിച്ചോളാം എന്ന രൂപത്തിലാണ് പറയുന്നത് വെച്ചെങ്കിൽ കുട്ടിയെ തിരിച്ചുകൊണ്ടുവന്നു. ഇല്ല, ഇനി അങ്ങനെയല്ല, അല്ലെങ്കിൽ ഫത്തുറഹുഹു, ആ കുട്ടിയെ അവിടുന്ന് താഴത്തേക്ക് എറിഞ്ഞിട്ടോ, മലന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് തള്ളിയിടാൻ പറഞ്ഞു. ക്ലിയർ അല്ലേ? അങ്ങനെ ഫദഹബൂ ബിഹി, അവരെല്ലാവരും ഈ കുട്ടിയെ കൊണ്ടുപോയി. ഫസ്വഅദൂ ബിഹിൽ ജബല, മലയുടെ മുകളിൽ അവർ കയറി. ഫഖാൽ, കുട്ടി പറഞ്ഞേ, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇക്ഫിനീഹിം ബിമാ ശിഅ്ത, നീ ഉദ്ദേശിച്ചത് കൊണ്ട് ഇവരെ എനിക്ക് നീ മതിയാക്കി കൊണ്ട റബ്ബേ, നീ എന്താണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നീ എന്നെ മതിയാക്ക് എന്ന് പറഞ്ഞു. ഫറജഫ ബിഹിമുൽ ജബലു, പർവ്വതം കിട്ടുകിട്ടാ വിറച്ചു. ഫസഖതു, അവരെല്ലാവരും വീണു. മലന്റെ മേലെ ഇവരെ തള്ളിടാൻ പോയതാണ്, കുട്ടീനെ തള്ളിടാൻ പോയതാണ്. പക്ഷെ കുട്ടിയെ വീണില്ല, ബാക്കിയുള്ളവരൊക്കെ വീണു. അങ്ങനെ വജാ യംശി ഇലൽ മലിക്, രാജാവിൻ്റെ അടുത്തേക്ക് കുട്ടി നടന്നു വന്നു. ഫഖാല ലഹുൽ മലിക്, അപ്പോൾ രാജാവ് ചോദിച്ചു, മാ ഫുഇല ബി അസ്ഹാബിക്, എൻ്റെ കൂടെ വന്ന ആളുകളൊക്കെ എന്താ പറ്റിയത് എന്ന് ചോദിച്ചു. ഫഖാൽ, കുട്ടി പറഞ്ഞു, കഫാനീഹിമുല്ലാഹു തആല,
അള്ളാഹു എന്നെ അവരിൽ നിന്നും രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പരാജയപ്പെട്ടല്ലോ. അപ്പോൾ രാജാവ് അടുത്ത ഐഡിയ ഫദഫഅഹു, രാജാവ് കൊടുത്തു, കുട്ടിയെ നൽകി, ഇല നഫരി മിൻ അസ്ഹാബിഹി, മറ്റൊരു സംഘത്തിൻ്റെ അടുത്തേക്ക് ഏൽപ്പിച്ചു. അപ്പോൾ എന്നിട്ട് പറഞ്ഞു ഇദ്ഹബു ബിഹി, കുട്ടിയെ നിങ്ങൾ കൊണ്ടുപോകും, ഫഹ്മിലു ഫി കുർക്കൂരിൻ, ഒരു ബോട്ടിൽ കൊണ്ടുപോകും, ഒരു തോണി ബോട്ടിൽ വഹിച്ചു കൊണ്ടുപോകും, തവസ്വത്തു ബിഹിൽ ബഹറ, അങ്ങനെ നിങ്ങളെല്ലാവരും സമുദ്രത്തിൻ്റെ നടുവിലെത്തിയാൽ, ഫൈൻ റജഅ അൻ ദീനിഹി, കുട്ടി മടങ്ങുകയാണെങ്കിൽ നിങ്ങൾ തിരിച്ചു കൊണ്ട് പോന്നോ, ഇല്ല ഇനി മടങ്ങുന്നില്ലെങ്കിൽ ഫഖ്ദിഫു, കുട്ടിയെ കടലിലേക്ക് എടുത്തെറിയുന്നു. ഫദഹബൂ ബിഹി, അവരെല്ലാവരും കുട്ടിയെ കൊണ്ടുപോയി. ഫഖാൽ, കുട്ടി അവിടെ എത്തിയേക്ക് പറഞ്ഞു അല്ലാഹുമ്മ ക്ഫിനീഹിം ബിമാ ശിഅ്ത, പടച്ചോനെ നീ ഉദ്ദേശിച്ചത് കൊണ്ട് എനിക്ക് ഇവരെ നീ മതിയാക്കിക്കൊണ്ട, ഇവരിൽ നിന്ന് രക്ഷപ്പെടുത്തുക. അങ്ങനെ ഫൻകഫഅത് ബിഹിമുസ് സഫീനത്തു, കടൽ എന്ത് ചെയ്തു, കടലിൽ അവരെ തോണി മറിഞ്ഞു. ഫൻകഫഅത് ബിഹിം, കടലിൽ വെച്ച് കപ്പൽ മറിഞ്ഞു. ഫവരിക്കു, അവരൊക്കെ മുങ്ങി മരിച്ചു. കഫ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോണ കപ്പൽ ഇങ്ങനെ തലകീഴായി മറിഞ്ഞു. ഫവരിക്കു, അവരൊക്കെ മുങ്ങി. വജാഅ യംശി ലൽ മലിക്, അപ്പോൾ രാജാവിൻ്റെ അടുത്തേക്ക് കുട്ടി നടന്നു വന്നു. ഫഖാല ലഹുൽ മലിക്, അപ്പോൾ രാജാവ് ചോദിച്ചു എന്തു പറ്റി, മാ ഫുഇല ബി അസ്ഹാബിക്, എന്തപ്പോ പറ്റിയത് എന്ന് ചോദിച്ചു. ഫഖാല കഫാനീഹിമുല്ലാഹു തആല, അള്ളാഹു അവരിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തി. അപ്പോൾ രാജാവ് ആകെ തരം കെട്ട്. ഫഖാല, അപ്പോൾ കുട്ടി പറഞ്ഞു ലിൽ മലിക്, രാജാവിനോട് പറഞ്ഞു ഇന്നക ലസ്ത ബിഖാതിലി, നിനക്കെന്നെ കൊല്ലാൻ കഴിയൂല എന്ന് പറഞ്ഞു. നിനക്കെന്നെ കൊല്ലാൻ കഴിയില്ല. ഹത്താ തഫ്അല മാ ആമുറുക ബിഹി, ഹത്താ തഫ്അല, നീ ചെയ്യുന്നത് വരെ, മാ ആമുറുക ബിഹി, ഞാൻ നിന്നോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് വരെ. അങ്ങനെയാണെങ്കിൽ നിനക്കെന്നെ കൊല്ലാൻ പറ്റും. ഞാൻ പറഞ്ഞ കാര്യം നീ കേൾക്കുകയാണെങ്കിൽ നിനക്കെന്നെ കൊല്ലാവും. കാല, അപ്പോൾ രാജാവ് പറഞ്ഞു, രാജാവിനിപ്പോൾ ഈ കുട്ടിയെ നീ കൊല്ലണം. മാഹു, എന്താണത് എന്ന് ചോദിച്ചു. ഖാൽ തജ്മഉന്നാസ, നീ വിളിച്ചു കൂട്ടണം. രാജാവിനോട് പറയാം, ജനങ്ങളെ വിളിച്ചു കൂട്ടണം. ഫി സ്വഈദിൻ വാഹിദിൻ, ഒരു മൈതാനത്ത്. തസ്ലുബുനി അലാ ജിദ്ഇൻ, ഒരു ഈന്തപ്പന മരത്തിൻ്റെ മേൽ എന്നെ നീ നാട്ടി വെക്കണം. എന്നെ കെട്ടിയിടുന്ന അർത്ഥം, ഒരു ഈന്തപ്പനൻ്റെ നാട്ടി. സുമ്മ ഖുൽ സഹ്മൻ, പിന്നെ നീ ഒരു അമ്പെടുക്കണം. മിൻ കിനാനത്തി, എൻ്റെ ആവനാഴിയിൽ നിന്ന് ഒരു അമ്പെടുക്കണം. സുമ്മ ലഅസ് സഹ്മ, പിന്നെ നീ അമ്പിനെ വെക്കണം. ഫി കബിദിൽ ഖൗസ്, വില്ലിൻ്റെ ഞാണിൽ വെക്കണം. സുമ്മ ഖുൽ, പിന്നെ നീ പറയണം ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാമി എന്ന് പറയണം. എല്ലാവരും ഒരുമിച്ച് കൂടി അങ്ങനെ പറയണം. എന്നിട്ട് ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം, അള്ളാഹുവിൻ്റെ പേരുകൊണ്ട്, ഈ കുട്ടിയുടെ റബ്ബാകുന്ന അള്ളാഹുവിൻ്റെ പേരുകൊണ്ട്, സുമ്മർമിനി, പിന്നെ നീ എന്നെ എറിയുക. ഫൈനക ഇദാ ഫഅൽത, നീ അത് ചെയ്താൽ, ഫഅൽത ദാലിക, അതിന് നീ പ്രവർത്തിച്ചാൽ, ഖതൽതനി, നിനക്കെന്നെ കൊല്ലാം. ക്ലിയറാണോ? എവിടെ? ഓക്കെ അല്ലേ? ഈന്തപ്പന മട്ടലില്ലേ, ഈന്തപ്പനയുടെ തടിക്കാണ്, അതുമ്മ എന്നെ നാട്ടണം. എന്നിട്ടൊരു അമ്പെടുക്കണം. അമ്പെടുത്തിട്ട് ബിസ്മില്ലാഹി എന്ന് പറയണം. അപ്പോൾ ഈ രാജാവ് തോറ്റൂന്ന് പരസ്യമായി സമ്മതിക്കലാണല്ലോ. അങ്ങനെ ചെയ്താൽ നിനക്കെന്നെ കൊല്ലാം. ഫജമഅന്നാസ, രാജാവ് ജനങ്ങളൊക്കെ
ഒക്കെ വിളിച്ചു കൂട്ടി. ഫി സഈദിൻ വാഹിദിൻ, ഒരു വലിയ മൈതാനത്ത് ഒരുമിച്ച് കൂട്ടി. വസ്വലബഹു, ഈ കുട്ടിയെ തറച്ചു. അല ജിസിഇൻ, ഈന്തപ്പന മട്ടലിൻ്റെ മേൽ തറച്ചു വെച്ചു. സുമ്മ അഖദ സഹ്മൻ, പിന്നെ ഒരു അമ്പെടുത്തു. മിൻ കിനാനത്തിഹി, അദ്ദേഹത്തിൻ്റെ ആ കുട്ടിയുടെ ആവനാഴിയിൽ നിന്നൊരു അമ്പെടുത്തു. സുമ്മ വല, പിന്നെ വെച്ചു. അസഹ്മ, അമ്പിനെ. ഫീ കബിദിൽ ഖൗസ്, വില്ലിൻ്റെ ഞാണിൽ വെച്ചു. സുമ്മ ഖാല, എന്നിട്ട് രാജാവ് പറഞ്ഞു, ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം. സുമ്മ റമാഉ, പിന്നെ എറിഞ്ഞു. എയ്തു, അമ്പെയ്തു. ഫവഖഅ അസ്സഹ്മു, അമ്പ് തറച്ചു. ഫീ സുദ്ഗിഹി, ആ കുട്ടിയുടെ ചെന്നിയിൽ തറച്ചു. ഫവളഅ യദഹു, കുട്ടി കൈവച്ചു. ഫീ സുദ്ഗിഹി, ചെന്നിയിൽ വെച്ചു. ഫമാത്, കുട്ടി മരണപ്പെട്ടു. മരിച്ചു. അല്ലാഹ്. ഫഖാല അന്നാസ്, അവിടെ ഒരുമിച്ച് കൂടിയ ജനങ്ങളൊക്കെ പറഞ്ഞു, ആമന്നാ ബിറബ്ബിൽ ഗുലാം, ഞങ്ങളും കുട്ടിയുടെ റബ്ബിൽ വിശ്വസിച്ചു. ഞങ്ങൾ എന്തായിട്ടുണ്ട്? കുട്ടിയുടെ റബ്ബിൽ വിശ്വസിച്ചു. ഫഉതിയൽ മലികു ഫഖീല ലഹു അറഅയ്ത മാ കുൻത തഹ്ദറു ഖദ് വല്ലാഹി നസല ബിക ഹദറുക. ഫഉതിയൽ മലികു, രാജാവിനെ കൊണ്ടുവരപ്പെട്ടു. അതായത് രാജാവിനെ കൊണ്ടുവരപ്പെട്ടു പറഞ്ഞാൽ രാജാവ് സദസ്സിലേക്ക് വന്നു. രാജാവ് അവിടെ എത്തി. എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് രാജാവിനോട് പോയി പറഞ്ഞു. അപ്പം രാജാവിനെ ഇവരെല്ലാവരും വിളിച്ചു കൊണ്ടുവന്നു. ഫഖീല ലഹു, രാജാവിനോട് ആവശ്യപ്പെട്ടു, പറഞ്ഞു, അറഅയ്ത മാ കുൻത തഹ്ദറു, നിങ്ങൾ പേടിച്ച കാര്യം ഉണ്ടല്ലോ, അത് വല്ലാഹി നസല ബിക ഹദറുക, നിങ്ങൾ പേടിച്ച കാര്യം ഇറങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിനെ തന്നെയാണ് സത്യം, നിങ്ങൾ ഭയപ്പെട്ട കാര്യം സംഭവിച്ചിട്ടുണ്ട്. കാരണം എല്ലാവരും ഇദ്ദേഹത്തെ, ഈ രാജാവിനെ റബ്ബായിട്ട് വിശ്വസിക്കണം, പ്രവർത്തിക്കണം എന്നുള്ള നിലക്ക് എല്ലാവരെയും പേടിപ്പിച്ച് നിർത്തിയിരിക്കുന്നു. രാജാവിന് ഭയം ഉണ്ടായിരുന്നു, ഇവരെങ്ങാനും കുട്ടിയുടെ റബ്ബിന് വിശ്വസിക്കുമോ. സംഗതി ആ സംഭവം നടന്നു എന്ന് പറഞ്ഞു. ഖദ് ആമനന്നാസ്, ജനങ്ങളെല്ലാവരും വിശ്വസിച്ചു. ഫഅമറ ബിൽ ഉഖ്ദൂദ്, അപ്പോൾ രാജാവ് കൽപ്പിച്ചു കിടങ്ങ് കീറാൻ പറഞ്ഞു. ഉഖ്ദൂദ് എന്ന് പറഞ്ഞാൽ കിടങ്ങുകൾ, വലിയ കിടങ്ങ്. ബി അഫ്വാഹി സിക്കക്കി, വഴികളുടെ സൈഡുകളിൽ വലിയ കിടങ്ങ് കീറാൻ പറഞ്ഞു. ഫഹുദ്ദത്ത്, അങ്ങനെ കിടങ്ങ് കീറപ്പെട്ടു. വ ഉദ്രിമ ഫീഹ, അതിൽ കത്തിച്ചിടപ്പെട്ടു. അന്നീറാൻ, തീകൾ. അതിൽ വലിയ തീ കുണ്ടാരാക്കി. ഓരോ വലിയ കിടങ്ങ് കീറിയിട്ട് അതിൽ നല്ല തീ നിറച്ചു. വഖാൽ, എന്നിട്ട് രാജാവ് പറഞ്ഞു, മല്ലം യർജി അൻ ദീനിഹി, ആരെങ്കിലും ദീനിൽ നിന്ന് മടങ്ങി വന്നിട്ടില്ലെങ്കിൽ ഫഅഖ്ഹിമൂഹു ഫീഹ, അവനെ ഈ തീയിലേക്ക് വലിച്ചിടാൻ പറഞ്ഞു. അപ്പോൾ തീ കത്തിച്ചിട്ട്, നിങ്ങൾ കുട്ടിൻ്റെ റബ്ബിൽ വിശ്വസിക്കുന്നുണ്ട് അല്ലേ, ഞാൻ റബ്ബായിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നില്ല അല്ലേ, എന്നാൽ മടങ്ങിയിട്ടില്ലെങ്കിൽ ഇതിൽ പിടിച്ചിടും. ഔ ഖീല ലഹു ഇഖ്തഹിം, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു, അവൻ ചാടട്ടെ എന്ന്. പിടിച്ചിടണ്ട, മടങ്ങണില്ലെങ്കിൽ ചാടിക്കോളിയും പറഞ്ഞു. കുട്ടിൻ്റെ റബ്ബിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഒന്നിരിക്കും സ്വയം ചാടാം, ചാടണില്ലെങ്കിൽ പോലെ പിടിച്ച് ഇതിലിടാൻ പറഞ്ഞു. ഫഫഅലു, അങ്ങനെ അവരതൊക്കെ പ്രവർത്തിച്ചു. കുറേ ആളുകൾ അതിൽ പോയി ചാടി, കുറേ ആളുകളെ പിടിച്ചിട്ടു. ഹത്താ ജാഅത് ഇംറഅത്തുൻ, അങ്ങനെ ഒരു പെൺകുട്ടി വന്നു. വമഅഹാ സ്വബിയ്യുൻ ലഹാ, ആ കുട്ടിയുടെ, ആ ഉമ്മയുടെ അടുത്ത് ആ സ്ത്രീയുടെ കയ്യിലൊരു കുട്ടിയുണ്ട്, ചെറിയ കുട്ടിയുണ്ട്. ഫതഖഅസത്, ആ ഉമ്മ അല്പം, ഒരു ഉമ്മാക്ക് കുട്ടിയുണ്ടല്ലോ, ചെറിയ കുട്ടിയല്ലേ, അപ്പം ഉമ്മാൻ്റെ മനസ്സിൽ ചെറിയൊരു വിഷമം ഉണ്ടാവുമല്ലോ, ചെറിയൊരു മടി കാണിച്ചു. തഖഅസത്, ഉമ്മ ചെറിയ ഒരു അങ്കലാപ്പിലായി. അൻ തഖഅ ഫീഹ,
ആ കുഴിയിൽ, ആ കിടങ്ങിൽ ചാടാൻ ആ ഉമ്മാക്ക് ചെറിയ മാനസികമായ സംഘർഷമായി. അപ്പോൾ ഫക്കാൽ ലഹൽ ഗുലാം, ആ കുട്ടി സംസാരിക്കാനുള്ള പ്രായമുള്ള കുട്ടിയല്ല, പ്രായം എത്തിയിട്ടില്ല. ആ ഉമ്മാനോട് കുട്ടി പറഞ്ഞേ, യാ ഉമ്മ, ഉമ്മ അസ്ബിരി, നിങ്ങൾ ക്ഷമിക്കൂ, ഫഇന്നകി അലൽ ഹഖ്, നിങ്ങൾ ഹക്കിൻ്റെ മേലാണ് ഉമ്മ എന്ന് ആ കുട്ടി, സംസാരിക്കാൻ പ്രായമാവാത്ത കുട്ടി സംസാരിച്ചു. ആ റവാഹു മുസ്ലിം. ആ കുട്ടിക്ക് എന്ത് ചെയ്യാമായിരുന്നു? നമ്മുടെ സിദാന് വന്നിട്ടുണ്ട്. തിരക്കുണ്ടോ സിദാൻ? അപ്പൊ കഴിയാറായി, കഴിഞ്ഞു. അപ്പൊ ഈ കുട്ടിക്ക് എന്ത് ചെയ്യായിരുന്നു? ആ രാജാവിനെ പരാജയപ്പെടുത്തായിരുന്നു. പക്ഷെ കുട്ടി ക്ഷമിച്ചു. കുറെ ആളുകൾ ഈമാനുണ്ടാകാൻ ഒരു കാരണമായല്ലോ, കുറെ ആളുകൾക്ക് വിശ്വാസം കിട്ടാനുള്ള ഒരു കാരണമായി ഈ കുട്ടി എന്താണ്, ജീവിതം സമർപ്പിച്ചു. അങ്ങനെ ഒന്നുകൂടിയും ഈമാന് ഉള്ള അവസ്ഥയിലെത്തി ജനങ്ങൾ. കാരണം ഈ സംസാരിക്കാൻ പ്രായമില്ലാത്ത കുട്ടി സംസാരിച്ചു. തൊട്ടിലിൽ കടന്ന് സംസാരിച്ച, അസാധാരണമായി സംസാരിച്ച കുറച്ച് ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽപ്പെട്ടൊരു കുട്ടിയാണ് ഈ കുട്ടി. യൂസുഫ് നബി അലൈഹി സ്വലാമും സലീഖ ബീവിയും തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അവിടെ ഒരു കുട്ടി സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. ജുറൈജ് റളിയല്ലാഹു അൻഹുവിൻ്റെ വിഷയത്തിലൊരു കുട്ടി സംസാരിച്ചു. ഈസാ നബി അലൈഹി സ്വലാം തൊട്ടിലിൽ കിടന്ന് സംസാരിച്ചു. അതേപോലെ ഒരു കുട്ടിയാണ് ഈ കുട്ടി. ഇവിടെ നോക്ക് നിങ്ങൾ, അവരൊക്കെ ഈമാൻ്റെ ഊക്ക് നോക്കി. അള്ളാഹു അവരൊക്കെ ബർക്കത്ത് കൊണ്ട് നമുക്കൊക്കെ ഈമാൻ അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. നമുക്കൊന്നും അങ്ങനെ സാധിക്കൂല. അവരുടെയൊക്കെ ആ ഒരു പവർ, ഈമാനികമായ ആ പവർ, മുമ്പൊരു ഹദീസിൽ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് മുൻഗാമികളായ ആളുകൾ അനുഭവിച്ച വലിയ ബുദ്ധിമുട്ടുകളൊന്നും നിങ്ങൾ എത്തിയിട്ടില്ല. ചെറിയ പ്രയാസങ്ങൾ വരുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റണില്ല അല്ലേ എന്ന് പറഞ്ഞിട്ടൊരു ഹദീസ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം വരുന്നു, അവരെന്ത് ചെയ്യുന്നു? ഒരു വലിയ അല്ലല്ല, അത് ശേഷം വരും. ഒരു കുഴിയിലേക്ക് ഇറക്കി നിർത്തും. എന്നിട്ട് പറയും, നിങ്ങൾ മടങ്ങുന്നുണ്ടോ? ഈമാനിന്ന് മടങ്ങുന്നുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല എന്ന് പറഞ്ഞാൽ അപ്പണ്ട് ഓൺ ദ സ്പോട്ടിൽ ശരിയാക്കുക. അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ഈമാനുള്ള പ്രയാസങ്ങൾ സഹിച്ച് ക്ഷമിച്ച് വിജയിച്ച വലിയ വലിയ ആളുകൾ നബിതങ്ങൾ. ഇത് നബിതങ്ങൾ പറയുന്ന ഒരു ചരിത്രമാണ്. നമ്മൾ പറഞ്ഞല്ലോ, നബിതങ്ങൾ പറഞ്ഞ ഒരു ചരിത്രമാണ്. അപ്പോൾ ഈ ചരിത്രത്തിൽ നിന്ന് സ്വഹാബത്തിന് അത്രയും വലിയൊരു ഈമാനികമായ ഒരു ആവേശം കിട്ടി. അതുപോലെ ഇത് പഠിച്ച നമുക്കും ഈമാനികമായ ഒരു വലിയ ഒരാവേശം നമുക്ക് എന്താവണം, കിട്ടണം. ഇൻഷാ അല്ലാഹ്. സുഹൈൽ സാർ എന്താ വൈകിയ? ഡോക്ടർ സാറേ, വലിയൊരു ചരിത്രം, നല്ലൊരു ചരിത്രം. ഇൻഷാ അല്ലാഹ് ഇത് കേൾക്കണം, ഇതിൻ്റെ റെക്കോർഡ് കേൾക്കണം. അതിൽ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. നമ്മൾ കുറച്ച് വേഗത്തിലാണ് പറഞ്ഞിട്ടുള്ളത്, വലിയൊരു ഹദീസാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ഫീലുകളും നഹ്വുപരമായിട്ടുള്ള കാര്യങ്ങളും ഒന്ന് പറയാം ഇൻഷാ അല്ലാഹ്. അതൊന്ന് മൈൻഡപ്പ് ചെയ്യുക. സിദാന് സംസാരിച്ചു. സിദാൻ ഓക്കെ.